നിത്യശാന്തിയരുളുക നീ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്ത പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവിടത്തോടുകൂടെ കൊണ്ടുവരും. ആദത്തിൽ എല്ലാവരും മരിച്ച പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹിതരെ, ഇന്ന് നവംബർ 2 സകല മരിച്ച വിശ്വാസികളുടെയും സ്മരണയാണ്. എല്ലാവരെയും ഒരുമിച്ച് ഒരേ ഒരു കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വികാരങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മാതാപിതാക്കളോ സഹോദരികളോ ബന്ധുക്കളോ ഒക്കെ മരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവരെല്ലാം ദിവസേന ഓർത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അനുസ്മരണ ദിവസമാണിന്ന്. അവരെ എല്ലാവരെയും ഓർത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ സ്വർഗത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ലാതെ കിടക്കുന്ന അനാഥ ആത്മാക്കളുണ്ട്. അവർക്ക് നമ്മുടെ പ്രാർത്ഥന കിട്ടിയാൽ മാത്രമേ രക്ഷപ്പെട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരെ ഈ നവംബർ മാസത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും എല്ലാം കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഇപ്പോൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള
ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസരുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും.
അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്നു പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഉള്ള കത്തോലിക്കർ ഇന്ന് തങ്ങളുടെ മരിച്ച വിശ്വാസികളെ ഓർക്കുകയാണ്, അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ കാണാം, ഏത് സ്റ്റേറ്റിൽ ചെന്നാലും, ആന്ധ്ര, തമിഴ്നാട്, കേരള, ഇവിടെയൊക്കെയുള്ള ശവകുടീരങ്ങളെല്ലാം ഭംഗിയായി അലങ്കരിച്ച് പൂവിട്ട് അവർ സജ്ജമാക്കി വച്ചിരിക്കുന്നത് കാണാം. ആണ്ടുതോറും ഉള്ള ഈ അനുസ്മരണ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അവരെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗമാണ്, എങ്ങും ദൂരെ മറഞ്ഞു പോയിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്ന എല്ലാവരും സ്വർഗത്തിലേക്ക് പോകത്തക്ക വിധത്തിൽ പരിശുദ്ധരല്ല. എല്ലാവരും നരകത്തിലേക്ക് തള്ളപ്പെടത്തക്ക വിധത്തിൽ ദുഷ്ടരും അല്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇത് പറയുന്നത്, ഒരു ഇടത്താവളം ഉണ്ട്. അവിടെ അവർ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസം ഇങ്ങനെയാണ്. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും തീയുടെ ചൂടായിരിക്കില്ല, അതിലും ഭയങ്കരമായിട്ട് എനിക്ക് ദൈവം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ആ വേദനയാണ് കൂടുതലും. കാരണം ചില വിശുദ്ധരൊക്കെ നരകവും സ്വർഗവും സന്ദർശിച്ചിട്ട് വീണ്ടും ജീവനിലേക്ക് വന്ന്
നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഫൗസ്തീന പോലെയുള്ള വിശുദ്ധർ. അപ്പോൾ അവർ അവിടെ കൂടുതലും ഏങ്ങി ഏങ്ങി കരയുന്നത് കർത്താവിന് വേണ്ടിയാണ്. നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളുടെ ബലിയർപ്പണവും നമ്മളുടെ ത്യാഗപ്രവൃത്തികളുമെല്ലാം അവരുടെ പാപങ്ങൾ കുറയ്ക്കുന്നതിനും ക്ഷമിക്കുന്നതിനും സഹായകമാകുന്നു. അങ്ങനെ ഒരാത്മാവിന് വേണ്ടി ഒത്തിരി പേര് തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ പാപങ്ങളെല്ലാം പെട്ടെന്ന് ക്ഷമിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇതാണ്, കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ മരിച്ചവർ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. അവർ ആഗ്രഹിക്കുന്നത് നമ്മളും മരിച്ച ശേഷം അവിടെ എത്തിച്ചേരണം. അങ്ങനെയുള്ള ഒരു വിശുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കുകയും വേണം. ഇന്നത്തെ ദിവസം ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികൾ ഇതിന് സഹായകമാകുന്നു. ഇന്നത്തെ ദിവസം വൈദികർ 3 കുർബാന ചൊല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും, രണ്ടാമത്തേത് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി. ഒരു കുർബാന നമ്മുടെ സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയോ ചൊല്ലാം. അങ്ങനെ ഈ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും ഇന്ന് മാത്രമല്ല, ഓരോ ദിവസവും തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവർ, ആരും ഓർമ്മിക്കപ്പെടാത്തവർ, അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സഹനങ്ങളിലൂടെ ധാരാളം ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൊച്ചു ത്രേസ്യായുടെ ജീവിതത്തിൽ അവൾ പറയുന്നു, അവളുടെ സഹനങ്ങൾ മൂലം നടക്കാൻ പോലും പ്രയാസമായിരുന്നു. ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ അനേകം ആത്മാക്കൾക്ക് വേണ്ടി അവൾ സമർപ്പിച്ചു. കർത്താവ് ഒരിക്കൽ അവളോട് പറഞ്ഞു, ഇത്ര 1000 ആത്മാക്കളെ നീ രക്ഷപ്പെടുത്തിയെന്ന്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളും ചെറിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം ഇവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനേകർ നമ്മുടെ പ്രാർത്ഥന മൂലം രക്ഷപ്പെടും. ഇത് കത്തോലിക്ക വിശ്വാസം മാത്രമാണ്, മറ്റുള്ളവരൊന്നും ഇത് അംഗീകരിക്കത്തില്ല, വേണ്ട. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ബലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സമാശ്വാസം ലഭിക്കുന്നു. അങ്ങനെ തുടർന്ന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥന. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പലതും സാധിച്ചു തന്നിട്ടുണ്ട്. അതിനായിട്ട് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് വേണ്ടിയ കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. കൃപാനിധിയായ ദൈവമേ, പരിശുദ്ധ പിതാവ് ലേയോ 14 പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സഞ്ജയച്ചനെയും അങ്ങേ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. സഭ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ധീരതയോടെ മുന്നേറുവാനും തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ നയിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾ അവരിൽ യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് കാരുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കാനുള്ള കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവ്വജനപദങ്ങളുടെയും നാഥനായ ദൈവമേ,
ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനം നൽകി ഇവരെ നിറയ്ക്കണമേ. വിഭാഗീയത ഒഴിവാക്കിക്കൊണ്ട് സമാധാനപരമായി രാജ്യത്തെ നയിക്കുവാനും രാജ്യത്തിൻ്റെ ക്ഷേമം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ഇടയനായ യേശുവേ, എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി അങ്ങേ സൃഷ്ടികർമ്മത്തിൽ പങ്കുകളാവാൻ അങ്ങ് ഒന്നിപ്പിച്ച എല്ലാ ദമ്പതികളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവർ പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും ത്യാഗമനോഭാവത്തിലും ജീവിക്കുവാനും തങ്ങൾക്ക് ദാനമായി ലഭിച്ച മക്കളെ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്തിതനായ ഈശോയെ, സകല മരിച്ച വിശ്വാസികളെയും അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ആരുപോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളെയും ശുദ്ധീകരണത്തിലെ ആത്മാക്കളെയും അങ്ങ് കരുണയോടെ കടാക്ഷിക്കണമേ. ഈ മക്കൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കുറ്റങ്ങളും കുറവുകളും കാരുണ്യപൂർവ്വം ക്ഷമിച്ച് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ കൃപകൾക്കെല്ലാം നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമെന്ന്, അങ്ങയുടെ കരുണ വഴി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. കനിവോടെ സ്വീകരിക്കേണമേ, നിറയൂമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കേണമേ, വൈദികൻ തൻ തിരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ, വൈദികൻ തൻ തിരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ, നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകണം ദൈവമേ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകണം ദൈവമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങേ പുത്രന്റെ മഹാകാരുണ്യത്തിന്റെ കൂദാശയാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ മരണമടഞ്ഞ ദാസർ അവിടത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉത്ഥാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സ്വം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മുടെ കാത്ത് നിത്യജീവൻ നൽകുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി പെസഹാരഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് അവർ കടന്നു വരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വരുവിൻ ധന്യവിശുദ്ധന്മാരെ, രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ വാനവവൃന്ദമിയാളെ, എതിരേൽപ്പാനതി മോദം. നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നോടെ സവിധം പൂകാ. കൈക്കൊള്ളണമേ രക്ഷകനീശൻ തൻ തിരുകൃപയതിനാലേ, തൻ തിരുകൃപയതി